അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മഹാന്മാർ പറയുന്നു, ചില ആൾക്കാർ ദുനിയാവിലും ആഖിറത്തിലും രാജാക്കന്മാരാണ്. ചില ആൾക്കാർ ദുനിയാവിൽ ഫക്കീറന്മാരായിരിക്കും, ആഖിറത്തിൽ വലിയ രാജാക്കന്മാരായിരിക്കും. അതേ സമയത്ത് ചിലർ ദുനിയാവിലും ആഖിറത്തിലും അവർ ഫക്കീറന്മാരാണ്. അതേ സമയത്ത് മറ്റു ചിലർ ദുനിയാവിൽ വലിയ രാജാക്കന്മാരായിരിക്കും, പക്ഷേ ആഖിറത്തിൽ അവർ ഫക്കീറന്മാരാണ്. ആരാണ് ദുനിയാവിലും ആഖിറത്തിലും രാജാക്കന്മാർ? അള്ളാഹുവിൻ്റെ വിലായത്ത് കിട്ടുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ ജീവിക്കുകയും ദുനിയാവിലൊക്കെ നല്ല അത്യാവശ്യം നിഅമത്തുകളൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കുകയും അതേ സമയത്തോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുറവൊന്നുമില്ലാതെ ആഖിറത്തിലും അദ്ദേഹം വിജയിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ദുനിയാവിലും രാജാക്കന്മാരാണ്, ആഖിറത്തിലും രാജാക്കന്മാരാണ്. അതേ സമയത്ത് വമൻ ഹുവ ഫഖീറുദ് ദുനിയ മലിക്കുൽ ആഖിറ, ചില ആൾക്കാർ ദുനിയാവിൽ ഫക്കീറന്മാരായിരിക്കും, ആഖിറത്തിൽ വലിയ രാജാക്കന്മാരായിരിക്കും. ആരാണ്? വഹുവൽ ഫഖീറു സ്വാബിർ വഹുവ സഈദ്, അവനും വിജയിയാണ്. പക്ഷേ ദുനിയാവിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ധാരാളം പരീക്ഷകളൊക്കെ അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ അതൊക്കെ അദ്ദേഹം സ്വബർ ചെയ്തു. ഫക്കീറാഹിദിന്റെ പേരിൽ അദ്ദേഹം അള്ളാഹുവിനെ മറന്നില്ല, നിസ്കാരങ്ങളെ മറന്നില്ല, ഇബാദത്തുകളെ മറന്നില്ല. ധാരാളം സ്വാലിഹായ അമലുകളൊക്കെയും എത്ര പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ സ്വബറോടുകൂടെ അദ്ദേഹം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം ആഖിറത്തിൽ വിജയിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആഖിറത്തിൽ വലിയ രാജാവിന്റെ സ്ഥാനത്താണ്. മറ്റു ചിലർ ഫക്കീർഹുമ, അവർ ദുനിയാവിലും ആഖിറത്തിലും ഫക്കീറന്മാരാണ്. ആര്? വഹുവൽ ഫക്കീറുൽ കാഫിർ, കാഫിരീങ്ങളായ ഫക്കീറന്മാർ. അവർ ദുനിയാവിലും ഫക്കീറന്മാരാണ്, പിന്നെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ അവർ ആഖിറത്തിലും വിജയിക്കില്ലല്ലോ, അവിടെയും ഫക്കീറന്മാരായി പോവുകയാണ്. അതേ സമയത്ത് മറ്റേ ചിലരോ ആഖിറത്തിൽ ഫക്കീറന്മാർ, അവർ ദുനിയാവിൽ ചിലപ്പോഴൊക്കെ മുതലാളിമാർ, രാജാക്കന്മാരായിട്ടുണ്ടായിരുന്നെങ്കിലും അവർ ആഖിറത്തിൽ ഫക്കീറന്മാരായി. ആരാണത്? അതേ അല്ലാഹു മുതലുകൾ കൊടുത്തു, അധികാരങ്ങൾ കൊടുത്തു, ഈമാനൊക്കെ ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ വിശ്വസിച്ച ആളൊക്കെ ആയിരുന്നു. പക്ഷേ അള്ളാഹു ചെയ്തത്, അള്ളാഹുവിനെ നിഅമത്ത് ചെയ്തത് അതൊക്കെയും ശുക്ർ ചെയ്യാൻ മറന്നുപോയി, അള്ളാഹുവിനെ മറന്നുപോയി. അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെയും അള്ളാഹു പൊരുത്തപ്പെടാത്ത റൂട്ടിലൂടെ അതൊക്കെയും ചെലവ് ചെയ്ത് ഈ പണത്തിന്റെ പിന്നാലെ ഓടിയതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ദുനിയാവിൽ ചിലപ്പോൾ അവർ സുഖിച്ചു, അതേ രാജാക്കന്മാരെ പോലെ ആയിപ്പോയാലും ആഖിറത്തിൽ അവർ ഫക്കീറന്മാരായി പോവുകയാണ്. ഒന്നും ഉപകാരത്തിന് കിട്ടുകയില്ല, ഫലപ്രദമാവുകയില്ല. അതാണ് മനുഷ്യന്മാരുടെ ജീവിതമെന്ന് ഈ 4 വിഭാഗം 4 രീതിയിലാണ്, മറ്റൊരു രീതി ഉണ്ടാവുകയില്ല. ഈ രീതിയാണ് മനുഷ്യന്മാരെന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരാണ്, എവിടെയാണ് രാജാക്കന്മാരാകേണ്ടത്. ചിലപ്പോഴൊക്കെ ദുനിയാവിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അല്ലാഹു നൽകിയാലും അതെല്ലാം സ്വബർ ചെയ്ത്, ഇവിടെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അത് എത്ര സമയം, എത്ര ദിവസം, എത്ര കാലം അനുഭവിക്കാൻ അവസരമുണ്ടാകുമോ എന്നറിയില്ലല്ലോ. പക്ഷേ വിജയിക്കേണ്ടതെല്ലാം, അനുഭവിക്കേണ്ടതെല്ലാം, നമുക്ക് കിട്ടേണ്ടതെല്ലാം അത് ആഖിറത്തിലാണ്. അവിടെയാണ് നമുക്ക് കിട്ടേണ്ടത്, അവിടെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്, അവിടെയാണ് നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഈ ദുനിയാവിൽ വളരെ സബർ ചെയ്ത്, വളരെ ത്യാഗങ്ങൾ ചെയ്ത് എത്രമാത്രം അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയും അത്രമാത്രം ഇബാദത്തുകളെ കൊണ്ടെടുത്ത് എന്ത് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് വന്നാലും അതെല്ലാം സഹിച്ച് എനിക്കൊരു ജീവിതമുണ്ട്, അതാണ് ആഖിറം ജീവിതം, അതെനിക്ക് വിജയിച്ച് കിട്ടണമെന്ന് കരുതി, അത് മുന്നിൽ കരുതി അതിനുവേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാകണം. അവനെ ആഖിറത്തിൽ
വിജയിക്കുന്നവൻ ആഖിറത്തിൽ വിജയിച്ചാലേ യഥാർത്ഥത്തിൽ വലിയൊരു യഥാർത്ഥത്തിൽ വിജയം അത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ വിജയം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.